കുറച്ചു പൈസ വേണം അർജന്റാ ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല. ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തരംഗമായി മാറിയ, വൈറലായി മാറിയ ഒരു പാട്ടിൻ്റെ ഉടമയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പാട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ പാട്ടിൻ്റെ ആ ഉടമസ്ഥനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അച്ഛാ കുറച്ച് പൈസ വേണം അർജന്റാ ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല ഗോവ പോകുവാൻ പ്ലാനില്ല ഇല്ലേ. നമസ്കാരം. ഇത് പ്രേം വടക്കൻ ഡയറീസ് എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. പക്ഷെ പ്രേം വടക്കനല്ല, എനിക്ക് പ്രേമാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ പ്രേമിൻ്റെ ഒരു പാട്ട് ഇതുപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഞാനിങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും ജോലി തിരക്ക് കാരണം എനിക്ക് പറ്റിയില്ല. പിന്നെ എന്തും നമ്മൾ മാറ്റി വെച്ചാൽ മാറ്റി വെക്കലുണ്ടാവുള്ളൂ, എന്നും പിന്നേക്ക് മാറ്റി വെക്കൽ ശരിയല്ല. ഇന്ന് നേരം കിട്ടിയത്. അപ്പോൾ പ്രേമിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രേമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതിലൊന്നല്ല ഈ ഒരു വീഡിയോ, ഞങ്ങളൊരു സൗഹൃദ സംഭാഷണമാണ്. അപ്പോൾ സത്യത്തിൽ പ്രേമ് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞങ്ങൾ സംസാരിക്കാറുണ്ട് യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ ഇങ്ങനെ പാട്ടും ചെറുതായിട്ടൊക്കെ ഈ എന്തിലായിരുന്നു സ്മ്യൂളിലൊക്കെ പാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കഴിവുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു പാരഡി പാട്ട് പാടുന്നു, അത് ഈ ഒരു റേഞ്ചിൽ പോകുന്നത്, നല്ലൊരു റേഞ്ചിലാണ് അത് പാട്ട് പോയത്. എങ്ങനെയാണ് ഈ പാരഡി പാട്ടിന്റെ ഇതിലേക്ക് തോന്നുന്നത്? പാരഡി പാട്ട് എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ റഫ്കോട് പറയാറില്ല. പിന്നെ പാരഡി പണ്ട് മുതലേ പാടാറുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ വെറുതെ പാടിയതാണ്, വെറുതെ ഇരുന്നിട്ട് ഒരു ഉച്ചനേരത്തെ ആ സമയത്ത് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇലക്ഷന് പാട്ട് എഴുതും. ഇതുപോലെ ഇലക്ഷന് പാട്ട് എഴുതുന്ന ആൾക്കാരെ ട്രോളിയിട്ട് ഞാൻ തന്നെ പാടും ചെയ്യും. എന്നെ തന്നെ ഞാൻ ട്രോളും. അപ്പൊ അങ്ങനത്തെ എല്ലാം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് ഞാൻ ഊണ് കഴിക്കാൻ പോയ സമയത്ത് വെറുതെ സോഫയിൽ ഇരുന്നിട്ട് വെറുതെ ഇതിങ്ങനെ കുറെ നാളായിട്ട് ഇതിന്റെ ഒറിജിനൽ പാട്ടുണ്ടല്ലോ, ആ പാട്ട് റീലിൽ ഇങ്ങനെ വന്നു. ഒറിജിനൽ രണ്ടുപേരും അറിയാം. അതിങ്ങനെ തെല്ല തെല്ല വരവിൽ ഗുരകല പച്ച പച്ച പച്ചി മട്ടി ബൊമ്മല, ഇങ്ങനെ ആ പാട്ട് പോകുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ആ പാട്ട് ഞാനും കേട്ടിട്ടുണ്ടായില്ല. അത് ഇങ്ങനെ കുറെ നാള് റീലിൽ ഇങ്ങനെ അടുപ്പിച്ച് വന്ന സമയത്ത് ആ പാട്ടിനോട് ഒരു അഡിക്ഷൻ കണക്കായി. അപ്പൊ ഇത് കേട്ട് 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 പിന്നെ ഞാനിത് വേറെ രീതിക്ക് കേൾക്കാൻ തുടങ്ങി. ഈ ബൊമ്മല പിന്നെ തുമ്മലായി, പച്ചുണ്ടമ്മ അച്ഛൻ്റെ അമ്മയായി, പിന്നെ ഇത് തമ്മിൽ ജോയിന്റ് ആവാൻ തുടങ്ങി. അത് ഇടയിൽ ഇങ്ങനെ ചേർത്ത് പോലെ ഗോവക്ക് പോകാൻ വേണ്ടി ഞാൻ സ്വപ്നം കാണുന്ന യുവാവിന്റെ അങ്ങനൊന്നും ഇല്ല. ഞാൻ എഴുതും അങ്ങനൊന്നും വിചാരിച്ചില്ല. വെറുതെ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെ വാക്കുകൾ കൂട്ടി ഒരു പാട്ടാക്കി ഞാൻ ഊണ് കഴിക്കാൻ വന്ന സമയത്ത് വെറുതെ പാടി അങ്ങ് പോസ്റ്റ് ചെയ്തു. അത് 1000 ആയി, 2000 ആയി, 3000 ആയി. ഒരു 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ 5 മില്യൺ വ്യൂ. എന്റെ കിളി പോയി. അത് പിന്നെ 6 മില്യൺ ആയി. അപ്പൊ ആ സമയത്താണ് ആസാമിലത്തെ ഒരു ബിട്ടു ബാബ എന്ന് പറഞ്ഞ ക്രിയേറ്റർ എന്നോട് പറഞ്ഞു, ബൈ ഞാനത് റീക്രിയേറ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഏതോ ഒരു AI സൈറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങനെ റീമിക്സ് ചെയ്തു. ഓ അച്ഛാ കുറച്ച് പൈസ വേണം അർജന്റാ ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല. കുറച്ചു പൈസ വേണം അർജന്റാ ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല. പക്ഷെ അതിൽ സൗണ്ട് കുറച്ച് മാറിപ്പോയി എന്റെ. പക്ഷെ എന്നാലും അത് ആ സംഭവം ഉഷാറായി. മലയാള ടച്ച് അല്ലാത്തൊരു സൗണ്ട്. അതെ അതെ അതെ, പലരും വിചാരിച്ചത് പക്ഷെ അത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ചില വാക്കുകളൊന്നും ഒരാള് പാടുന്ന പോലെ അല്ല അതുള്ളത്. പക്ഷെ ആ വോയിസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീജൊക്കെ വന്നപ്പോ വേറെ ലെവലായി. അപ്പൊ ആൾക്കാർ ഭയങ്കരമായിട്ട് ഞാൻ ഓരോ ഇന്റർവ്യൂ പറയുമ്പോഴും ഇപ്പൊ ഞാൻ റഫീഖോട് പറയുമ്പോ പോലും ആ വ്യക്തിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ വ്യക്തിന്റെ പേര് ബിട്ടു ബാബ എന്നാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം എപ്പോഴും കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ടാണ്. അതെ അതെ അതെ. പക്ഷെ അതാണ് കൂടുതൽ. അതെ 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 അതെ. അത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലേക്ക് മാറി. അത് പിന്നെ ഇത്രയും വൈറലായി മാറി. അതെ അതെ. 6 മില്യൺ വ്യൂ ഇൻസ്റ്റയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഫേസ്ബുക്കിലേക്ക് വന്ന പിന്നെയാണ് പിന്നീട് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഈ പാട്ട് വൈറലായി എന്നുള്ളത് ഞാൻ കണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് അത്ര ഇങ്ങനെ ഒരു അഭിപ്രായം പാടിയതല്ല കേട്ടിട്ടുള്ളൂ. ഈ മ്യൂസിക് ഇല്ലാതെ കേട്ടിട്ട് ഇതിന്റെ ഒറിജിനൽ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ലല്ലേ. പിന്നെ ഇത് കൂടി ഇങ്ങനെ വന്ന പിന്നെ ആൾക്കാർ റീല് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ വായിൽ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയത് മറ്റേ പാട്ടാ, മിന്നാ മിനിങ്ങിന്റെ. അത് പ്രത്യേകിച്ച് റീലിൽ ചെറിയ കുട്ടികൾ മറ്റേ പമ്പേഴ്സിന്റെ ഉള്ളിൽ മറ്റേ
മിന്നിങ്ങിന്റെ പിന്നിൽ ബൾബ് മിന്നിങ്ങിന്റെ പിന്നിൽ ബൾബ് മിന്നിങ്ങിന്റെ ചന്തിൽ ബൾബ് നല്ല 9 വാൾട്ടിന്റെ ബൾബ്. ലൈറ്റ് വെച്ചിട്ട് അത് ഭയങ്കര ഹിറ്റ്. അത് സംഭവം അതും ഇതേപോലെ തന്നെ. എങ്ങനെയാ പാട്ടത്? അതിങ്ങനെ ബേബി ഡോൾ എന്ന് പറഞ്ഞ ഹിന്ദി പാട്ടിന്റെ മലയാളം വേർഷൻ ഉണ്ട്. അതിങ്ങനെ വരുന്നത് അത് മിന്നുങ്ങ് പോലൻ കൺകൾ മിന്നുങ്ങ് പോലൻ കൺകൾ അങ്ങനെയൊക്കെ പോവാ എന്റെ വരികള്. അപ്പൊ അതും ഇതുപോലെ സിമിലാരിറ്റിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് വെറുതെ അത് യാതൊരു കണക്ഷനും ഇല്ല പാട്ട് തമ്മിൽ. അപ്പൊ അത് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതായത് പണ്ടത്തെ ഡബ്ബിംഗ് ചാനലുകളിൽ ഇങ്ങനെ ബന്ധമൊന്നും ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് വെറുതെ പാട്ടുണ്ടാക്കുന്ന ആത്മാർത്ഥം ഇല്ലാത്തൊരു പാട്ടുണ്ടാക്കലില്ല. അപ്പൊ അതിനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വെറുതെ ഒരു പാട്ടുണ്ടാക്കിയതാ. അതിങ്ങനെ മിന്നിങ്ങിന്റെ പിന്നിൽ ബൾബ് മിന്നിങ്ങിന്റെ പിന്നിൽ ബൾബ് മിന്നിങ്ങിന്റെ ചന്തിൽ ബൾബ് നല്ല 9 വാൾട്ടിന്റെ ബൾബ് പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ ചതികൾ പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ ചതികൾ ഞാൻ അമ്പലമായാൽ നീ ആ തിരുമേനി. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ തിരുമേനി എന്ന് പറഞ്ഞ വാക്ക് അതിൽ പൂമേനി എന്ന ഒറിജിനൽ വാക്ക്. അപ്പൊ ആ ഒരു സ്ഥലം എത്തുമ്പോൾ എനിക്ക് ഏത് വാക്ക് ഇടണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ അവസാനം ഈ മേനി കിട്ടും വേണം, എന്നാലും ഒരു രസം ഉണ്ടാവും. വാക്കുകൾ മോശിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ തിരുമേനി എഴുതി. അപ്പൊ തിരുമേനി എന്തെങ്കിലും ബന്ധപ്പെടുത്തണല്ലോ. അപ്പൊ ഞാൻ അമ്പലമായ നീ തിരുമേനി വെറുതെ എഴുതിയതാ. പാടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇത്ര അർത്ഥം. കാരണം ഞാൻ അമ്പലമായ നീ തിരുമേനി എന്ന് പറയുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെടുന്ന അതിന്റെ അർത്ഥം. അതല്ല, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ അമ്പലം തിരുമേനി. അമ്പലമായ പിന്നെ തിരുമേനി ആണല്ലോ. അപ്പൊ ഞാൻ അമ്പലമായ ഞാനായ നീ ആയിരിക്കും എന്റെ മെയിൻ എന്നാണ്. പക്ഷെ അതൊന്നും എഴുതുമ്പോ എനിക്ക് അറിയില്ലായിരുന്നു. ഇല്ല. പിന്നെ കുഞ്ഞു കുട്ടികൾ പാമ്പേഴ്സിന്റെ ഉള്ളിൽ എങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോ ഭയങ്കര രസമായിട്ട് തോന്നുന്നു. പിന്നെ ഈ പാട്ട് ഈ അച്ഛ കുറച്ച് പൈസ വേണമെന്നുള്ള പിന്നെ എന്റെ വായിലൊക്കെ വരൽ തുടങ്ങി. കാരണം നമ്മൾ റീലിൽ ചെറിയ കുട്ടികളും. അതെ അതെ. ഏറ്റവും കൂടുതൽ സന്തോഷമായത് കുഞ്ഞു കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് ബൈഹാർട്ട് പഠിക്കുന്നു. പിന്നെ തന്നെ കുടുംബത്തിന്റെ ഉള്ളിൽ വല്ലാണ്ട് റീൽ ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നു. ഇത് അറിയാതെ, അതായത് പ്രേമിനെ അറിയുന്ന ആൾക്കാര് ഈ പാട്ട് ആരെ പാടിയെന്ന് അറിയാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലേ? ഓ, ഇങ്ങനൊരു പാട്ടുണ്ട്, ഞാന് കുട്ടി മറ്റേ ഈ ഇവരെ ഫാമിലി ഇങ്ങനെ പാടിക്കണം വെച്ചിട്ട് പാടിക്കണം എന്ന് പറഞ്ഞു. ആരാ പാടിയെന്ന് ഒരു പ്രേമാണ് പാടിയത്. അതെ അതെ, എനിക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ട് വേറെ ആൾക്കാർ. ഇത് സംഭവം എന്ന് വെച്ചാല് ഞാനിത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിപ്പം പാടി എന്നെ അറിയുന്നില്ല, ഇത് റീമിക്സ് ചെയ്ത് ബിട്ടു ബാബേനെ അറിയുന്നില്ല. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ 2 ദിവസം കൊണ്ട് 1 മില്യൺ ഫേസ്ബുക്കിൽ അടിച്ചു. പക്ഷെ ഫേസ്ബുക്കിൽ എനിക്കൊരു മാക്സിമം ഒരു 10,000 വ്യൂലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് 1 മില്യൺ പോയപ്പോ എനിക്ക് മനസ്സിലായി ഇത് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളത്. ഈ ഒരു പാട്ട് കൊണ്ട് ഇൻസ്റ്റന്റ് കയറിപ്പോയി. അതെ 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 അതെ. ഫേസ്ബുക്കും കയറിപ്പോയി. അതെ കയറിപ്പോയി. വേറൊരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മറ്റേ ഈ പാട്ട് മറ്റേ റിമി ടോമിയും ജഗദീഷും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പണ്ട് ഞാൻ ഏഷ്യാനെറ്റിൽ ഞാൻ ഇതുപോലെ ഒരു പാട്ട് പാടി. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി അക്കൗണ്ട് പെട്ടെന്ന് എന്തോ കംപ്ലൈന്റ് വന്നിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ പാട്ട് വാട്സപ്പ് വഴി വല്ലാണ്ട് ഇങ്ങനെ പ്രചരിച്ചിട്ട് പിന്നെ ഒരു ദിവസം നോക്കുമ്പോ കോമഡി സ്റ്റാറിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആരാ പാടി അതൊരു 5-6 വർഷം, 5 അല്ല അതിന് മേലെ. അപ്പൊ അതിങ്ങനെ വന്ന സമയത്ത് അവർ ജഡ്ജ്മെന്റ് പറഞ്ഞു ഏതോ ഒരു ടീം ഇങ്ങനെ സ്കിറ്റിന് വേണ്ടി യൂസ് ചെയ്തത് ആ പാട്ട്, ഇൻട്രോ സോങ് ആയിട്ട്. അപ്പൊ ആ പാട്ടിനെ പറ്റി റിമി ടോമിയും ഇവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അവര് റിമി ചേച്ചി ആ പാട്ട് പാടി. ആ പാടും അതിപ്പോ ഹോട്ട്സ്റ്റാറിൽ എങ്ങാനും ഉണ്ട്. അതെ അതെ, തപ്പിട്ടും കിട്ടുന്നില്ല. അത് എന്താ പേര് അറിയുന്നില്ല. അതെന്താ വെച്ചാൽ അതൊരു ഇതാണ്. അതെ 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 അതെ. ഉള്ളിക്ക് വില കൂടിയ സമയത്ത് ഞാനിങ്ങനെ ഉള്ളികളെ ഇനി വിട പറയാ ഞങ്ങൾ പാവങ്ങൾ ഇനി വിട പറയാ ഓംലെറ്റിലോ ബീഫ് ഫ്രൈയിലോ ഓംലെറ്റിലോ ബീഫ് ഫ്രൈയിലോ നിന്നെ അരിഞ്ഞിടാൻ ഇനി വിധിയില്ല. പാട്ട് പ്രേമനുള്ള ഒരു കഴിവ്, പാടാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ എഴുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ എഴുത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാം ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും വലുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാരിങ്ങനെ ഏറ്റെടുക്കുമ്പോ ഒരു പക്ഷെ ആ വരികൾക്കൊക്കെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ വെറുതെ വെച്ചുള്ളൊരു ഇപ്പൊ പ്രേമ ഇപ്പൊ മിന്നാമിനിങ്ങിന്റെ ഒക്കെ പറഞ്ഞില്ലേ, വെറുതെ ഒരു തട്ടിക്കൂട്ട് വരും. പക്ഷെ ആ പാട്ടിനോട് ചേർക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അത് പല പാട്ടുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളും. ഇപ്പൊ ഈ വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പുമാവിന്റെ, അതൊക്കെ ഒരു ഇപ്പൊ ഒരുപാട് 1 മിനിറ്റ് ചലഞ്ച് ഉണ്ടല്ലോ. 1 മിനിറ്റ് ചലഞ്ച് ബ്ലോഗർമാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കുക. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരാൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഇയാളെ കഴിപ്പ് കണ്ടിട്ട് വേറെ ആൾ കളിയാക്കി ചിരിക്കും. അപ്പൊ കളിയാക്കി ചിരിച്ചാക്ക് സംഭവിക്കുന്ന, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ കളിയാക്കി ചിരിക്കരുത് ആരെയും എന്നുള്ളൊരു സന്ദേശം. അത് ആരോ വിരൽ മീട്ടി എന്ന് പറഞ്ഞ പാട്ടിന്റെ അനുപല്ലവി അതാണ്. അതായത് അമ്മാതിരി പാട്ടൊന്നും ആരും എടുത്ത് ചെയ്യൂല. അല്ല, അത് സംഭവം എന്താ പറയുക, കുറെ ആൾ എന്നോട് പറയുന്നുണ്ട് അടിച്ചുപൊളി പാട്ട് മാത്രം ചെയ്തോളൂ, എന്തിനാണ് ഈ പഴയ പാട്ടുകൾ എടുക്കുന്നത്. അതായത് എൻ്റെ ഒരു ചിന്തയാണ്, ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല.
അതായത് നമ്മളിപ്പോൾ ട്രെൻഡായിട്ടൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ആളുകളെ ശ്രദ്ധ കൂടുതലും അതിൻ്റെ ആ ഒരു ഈണത്തിലേക്കും ആ ഒരു മ്യൂസിക്കിലേക്കും പോകും. പക്ഷെ പഴയ അതായത് ആളുകൾ കേട്ട് മറന്ന പാട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് ഈ കഥ നല്ല സൂപ്പറായിട്ട് പറയാൻ വേണ്ടി പറ്റും. ആളുകൾ പാട്ട് അതെ അതെ അപ്പൊ ആളുകൾ പാട്ട് ശ്രദ്ധിക്കാണ്ട് നമ്മൾ പറയുന്നതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ എടുക്കും. ആ പാട്ട് ഇങ്ങനെ അത് പുമാവിലുടയാൻ ബനാന വസ്ത്രശൂന്യനായി ശ്യാമദാസൻ ചേട്ടൻ കുഴയ്ക്കാൻ ചട്നി വീണ്ടും വാങ്ങി 5 ഫിംഗർ കൊണ്ടും വേഗം പഞ്ചു ചെയ്തു കുഴയായി കണ്ടു നിന്ന പലരും ചൊല്ലി തിന്നിട്ടഞ്ചു ദിനമായു അതു കേട്ട സ്പോട്ടിൽ വായിൽ നൂൽ പൊറോട്ട വെച്ചു ചിരിച്ചൊരു മാമൻ വടിയായി. നല്ല പാട്ട്. എല്ലാത്തിലും ഒരു നർമ്മുണ്ട് അല്ലേ? അല്ല ഞാനെങ്ങനെ വലിയ കോമഡി വിചാരിച്ച് എഴുതുന്നല്ല, ഞാൻ ആ കഥ പറയുന്നു. അത് കേൾക്കുമ്പോ ആളുകൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് അവരെ ഉള്ളിലത്തെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ചിരിക്കുന്നത്. അതെ അതെ അത് വെച്ചാൽ ഒരു ചായക്കട ഇതുപോലെ ഒരു ചായക്കടയിൽ വന്നിട്ട് ഒരു ബംഗാളി ചായ കുടിക്കാൻ വന്നപ്പോൾ അവർ തമ്മിൽ അടിയാവുന്നൊരു രംഗാണ്. പിന്നീട് അവർ സുഹൃത്തുക്കളാവുന്നത് ഇതാണ്. കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ഭയ്യയും തല്ലായി തെറിയുടെ കൂമ്പാരം കെട്ടിട്ട് അവിടെ എത്തി ആൾക്കൂട്ടം കടയുടെ മുന്നിൽ കവുങ്ങിന്റെ കുണ്ടിൽ അവരിരു പേരും ചെന്നു വീണു 2 മേശ തിരിച്ചിട്ട പോൽ. അതെന്താ വെച്ചാൽ മലന്ന് അത് പിന്നെ എങ്ങനെയാണ് അതിന്റെ ബംഗാളി ഭായിയെ നോക്കി പച്ചക്കച്ചനു ചൊല്ലിയ നേരം അച്ചാന്ന് കേട്ടപ്പോ നല്ലതെന്നോർത്തിട്ടു ബംഗാളി ഫ്ലാറ്റായി കൊടുക്കുന്നു ഷെയ്ക്കാൻ്റെ തുടയ്ക്കുന്നു കണ്ണീര് തിരക്കുന്നു ലൊക്കേഷൻ പണിയുന്ന വീടിന്റെ അവൻ 1000 സ്ക്വയർ ഫീറ്റിന്റെ പണി ഫ്രീ ആയി ചെയ്തു. ഇത്ര നല്ല ആളല്ലേ? അപ്പൊ അങ്ങനെ കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ബായിയും ഫ്രണ്ട്സായി. ആ പണ്ടത്തെ സിനിമ കഴിയുമ്പോൾ ഒരു സുഖം. അതായത് ആ പാട്ടില് ഫീലും വിട്ടിട്ടില്ല, അതിന്റെ ഒരു ഭംഗി വിട്ടിട്ടില്ല, എന്നാൽ അതിൽ കുറച്ച് നർമ്മം കൊടുത്തിട്ട് നല്ല ഭംഗി. ഒരു പാട്ടിനും വൃത്തികേടാക്കിയിട്ടില്ല. എല്ലാ പാട്ടും നമുക്ക് ആസ്വദിക്കാം. സത്യമുണ്ട്. ഞാനൊക്കെ കേട്ടപ്പോ ആത്മാർത്ഥമായിട്ട് പറയാണ്. അല്ലാതെ നമുക്ക് ഒരു പാട്ട് വൾഗറാക്കി എടുക്കുമല്ലോ ചിലര്, കോമഡിക്ക് വേണ്ടിട്ട് എന്തൊക്കെ വരികൾ ചേർത്തിട്ടുണ്ടാക്കിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ അതിപ്പോ ആൾക്കാരത് അംഗീകരിച്ചു, സ്വീകരിച്ചു. ഇനിയും കൂടുതൽ ഇനി പാട്ടുകൾ എഴുതാൻ പറ്റട്ടെ, കൂടുതൽ വരികളിലേക്ക് എത്തട്ടെ. ഞാൻ ഏകദേശം ഒരു 10-28 പാട്ട് എഴുതിയ ഒരാളാണ്. ഞാൻ 5 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരുപാട് വർഷം, 28 പാട്ടുകൾ. അതുകൊണ്ട് തന്നെ പാട്ട് എഴുതുന്ന ആൾക്കാരെയും പാട്ട് പാടുന്നവരോടൊക്കെ എനിക്ക് പ്രത്യേക ഇഷ്ടമുള്ള. എന്തായാലും കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഈ പാട്ട് വൈറലായിട്ടും. അപ്പോൾ പ്രേമന്റെ കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരാളാണ്. ഒന്ന് വിളിച്ചാൽ പ്രേമ വാ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വന്നത്. ഇപ്പോൾ ഈ സമയം കണ്ടില്ലേ, ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. 2 പേരുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും സുഖനിദ്രയിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യണത്. അപ്പൊ അത് പ്രേമിനെ എൻ്റെ ചാനലിലൂടെ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ പ്രേമിനെ ഞാൻ ഈ ഒരു സമയത്ത് വിളിച്ചു കൊടുക്കുന്നതും. അപ്പോൾ പ്രേമ നമ്മുടെ സുഹൃത്തായിട്ടിരിക്കുക. വേറെ ചാനലിലും മറ്റൊരു ഇതിലൊക്കെ പോകണാട്ടൊക്കെ കൂടുതൽ നമുക്ക് സന്തോഷമുള്ളത് എൻ്റെ ചാനൽ വരുമ്പോഴാണ്. അപ്പോൾ അതായത് ഈ ചക്ക വീണിട്ട് മൊയില് ചാവുമെന്ന് പറഞ്ഞിട്ടില്ല, അത് അങ്ങനെ സംഭവമുണ്ട്. പക്ഷെ പ്രേമിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. ചിലവരിങ്ങനെ എപ്പോഴെങ്കിലും ഒരു യാദൃശ്യമായിട്ടൊരു പാട്ട് എഴുതി അത് എങ്ങനെയുണ്ട് വൈറലായി പോയി എന്നുള്ളൊരു സംഭവമുണ്ട് ചില ആൾക്കാർക്ക്. പക്ഷെ പ്രേമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ പാട്ടുകൾക്കുള്ള വരികൾക്ക് അതിന് ഭംഗിയും അതിലുള്ള നർമ്മം, അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇപ്പൊ എത്രയോ നല്ല ഒരു മെലഡി പാട്ട് എടുത്തിട്ട് കൊടുത്താലും ആ പാട്ടിന്റെ ഭംഗിയെ ഒന്നും ചോരാതെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേമിന് അത് ഒരു ലോങ് ലാസ്റ്റിംഗ് കുറച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എല്ലാവരും റഫ്ഖാന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല പാട്ടുകളായിട്ട് വരും. ഇഷ്ടപ്പെട്ടാൽ അതും നിങ്ങൾ ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ വീണ്ടും വൈറലാക്കി തരിക. തീർച്ചയായിട്ടും. അപ്പോൾ കാണാം. അപ്പോൾ പ്രേമിന്റെ വിശേഷങ്ങളും പാട്ടുകളും എല്ലാം കേട്ടു. പക്ഷെ നമ്മൾ വൈറലായതും കേട്ടതും ഒക്കെ പ്രേമിന്റെ പേരടി ഗാനാണ്.
പക്ഷെ പ്രേമ നന്നായിട്ട് ശരിക്കുള്ള ശബ്ദം കേട്ടാൽ അറിയാലോ നന്നായിട്ട് പാടുന്നത്. പക്ഷെ ആ ഒരു ശരിക്കുള്ള പാട്ട് കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. ആകാശം നിറയുന്ന സുഖമോ നീ, ആത്മാവിലൊഴുകുന്ന മധുവോ നീ, മോഹിച്ചാൽ നീ എൻ്റെ മണവാട്ടി, മോതിരം മാറുമ്പോൾ വഴി കാട്ടി, സീമന്തിനി സ്നേഹപ്പാലാഴി, ഈ ഓർമ്മ തൻ ലില്ലിപ്പൂന്തോണി, തീരങ്ങൾ തീരങ്ങൾ തേടി ഓമനേ തുഴയാ, എന്നും നിന്നെ പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം വെണ്ണിലാവിൻ വാസന്തരതികേ, എന്നും എന്നും എൻ മാറിൽ മഞ്ഞ കുഞ്ഞുമാരി കുളിരായി നീ അരികേ. താങ്ക് യു. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.